സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് ഏറ്റവും അധികം ചോദിച്ചൊരു ക്വസ്റ്റ്യനായിരുന്നു. ഞാനിപ്പം എൻ്റെ നാള് പിറന്നാളാണെന്ന് പറയുമ്പം ടുഡേ ഈസ് മൈ സ്റ്റാർ ബർത്ത്ഡേ എന്നൊക്കെയാണ് ഞാൻ പറയാറ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവാറില്ല, ഒരു സ്റ്റാർ ബർത്ത്ഡേ വാട്ട് ഇസ് ദാറ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴൊരു കൺഫ്യൂഷനായിരുന്നു ഈ സ്റ്റാർ ബർത്ത്ഡേയും പിന്നെ ഇംഗ്ലീഷ് ബർത്ത്ഡേ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുമ്പം എന്താ ഒരു ഡിഫറൻസ്. അപ്പം ശരിക്ക് സ്റ്റാർ ബർത്ത്ഡേ, അതായത് നാള് പിറന്നാൾ, ഇത് നമ്മുടെ നമ്മൾ ജനിക്കുന്ന സമയത്ത് മൂൺ, അതായത് ചന്ദ്രൻ, ഒരു സെറ്റ് ഓഫ് നക്ഷത്രങ്ങൾ, ഒരു സെറ്റ് ഓഫ് ഒരു ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്, ഒരു സ്റ്റാർസിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു പോയിൻറ്റിനെയാണ് ഒരു നാളെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ശരിക്ക് ഓരോ ദിവസം നാൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ 27 നാളുകളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനീയം, തൃക്കേട്ട, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. കറക്റ്റാണെന്ന് തോന്നുന്നു. ഇത് പഠിക്കാനുള്ള ഏറ്റവും വലിയ റീസണായിരുന്നു, ചെറുപ്പത്തിലെ തൊട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ നാമം ചെല്ലണ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതൊരു നാമത്തിൻ്റെ പാർട്ടായിട്ട് പഠിച്ചു പോയതാണ്. അപ്പോൾ ശരിക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പം ഇന്ന് ജനിച്ച ആളുടെ നക്ഷത്രവും നാളെ ജനിക്കാൻ പോകുന്ന ആളുടെ നക്ഷത്രവും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ സെയിം ടൈം ഇന്ന് ജനിച്ച ഒരാളുടെ സോഡിയാക്കും നാളെ ജനിക്കാൻ പോകുന്ന ആളുടെ സോഡിയാക്ക് അത് സെയിം ആയിരിക്കാം. സോഡിയാക്ക് ശരിക്ക് സൺ, അതായത് സൂര്യൻ്റെ പൊസിഷൻ വെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് സൂര്യൻ്റെ പൊസിഷൻ എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ സോഡിയാക്ക് ഡിസൈഡ് ആവുന്നത്. അപ്പം അത് ശരിക്കും 12 മാസങ്ങളാണ്, ഓരോ മാസമാണ് കണക്ക്. അപ്പം നക്ഷത്രം, അതായത് നാള് ഓരോ ദിവസം മാറുന്നതനുസരിച്ച് ഈ സോഡിയാക്ക് ഒരു മാസം കൂടുമ്പോഴാണ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, ആയില്യം നാളുള്ള 2 ആൾക്കാർക്ക് വേറെ വേറെ സോഡിയാക്ക് ആവാം. അപ്പം ജൂലൈയിൽ ജനിച്ച ആളുടെ നക്ഷത്രം ആയില്യം ആവാം, നവംബറിൽ ജനിച്ച ആളുടെ നക്ഷത്രം ആയില്യം ആവാം. പക്ഷെ അവരുടെ 2 പേരുടെയും സോഡിയാക്സ് ആൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഏതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജ്യോതിഷത്തിൽ, അതായത് നമ്മുടെ ആസ്ട്രോളജിയിൽ 2 കാര്യങ്ങൾക്കും അത്രത്തോളം സെയിം ഇമ്പോർട്ടൻസ് ആണുള്ളത്. എല്ലാ ദിവസവും നാള് മാറുന്ന കാരണം നമ്മുടെ ഡെയിലി കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ ഒരു നാള് ഫലം എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്റ്റാറാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഓവറോൾ ലൈഫിൽ എന്തായിരിക്കും നമ്മുടെ ഫോക്കസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സോഡിയാക്കായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ് നോർത്തിൽ, നമ്മളിപ്പോൾ സൗത്തിൽ ഇത്രയും നാള് നമ്മുടെ നക്ഷത്രത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവർ അവിടെ കൊടുക്കില്ല. അവർക്കറിയാം അവരുടെ നക്ഷത്രം ഇതായിരിക്കുമെന്ന്. ഇപ്പം നമുക്ക് നാട്ടിൽ നാള് പിറന്നാൾ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അത്രയും അങ്ങനെ ഒരു ബർത്ത്ഡേ, ആ ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പം ശരിക്കും നമ്മുടെ സോഡിയാക്ക് ആ ഒരു പേഴ്സണാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാളിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോഡിയാക്ക് സൈൻ എന്താണോ, ഇപ്പം ലിയോ സോഡിയാക്കിലെ ആൾക്കാർ അവരത് മാത്രം ചെയ്യാണ്ട് അവരുടെ നാള് എന്താണെന്നും കൂടി മനസ്സിലാക്കുക. ബിക്കോസ് നാളും സോഡിയാക്കും രണ്ടും ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ്. അതൊരു മൂണിൻ്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ജനിച്ച സമയത്ത് മൂണിൻ്റെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റും, മറ്റേത് നമ്മൾ ജനിച്ച സമയത്ത് സണ്ണിൻ്റെ പൊസിഷൻ എന്തായിരുന്നു എന്ന്. അപ്പം രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ലൈഫിൽ
ഒരു പാത്ത്, നമ്മൾ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ. താങ്ക് യു.